Hi students, this is Nimi Nelson. നിങ്ങൾക്ക് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എടുക്കുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾ 10th കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വരാൻ വേണ്ടി പോകുന്ന സീസൺ എന്ന് പറയുന്നത് അലോട്ട്മെന്റ് പ്രോസസ്സിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ വേണ്ടി പോകുന്നത്. അലോട്ട്മെന്റ് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് കാണാൻ കുറേ കോഴ്സുകൾ ഉണ്ട് അല്ലേ, സയൻസ്, ആർട്സ്, കൊമേഴ്സ്. ആൻഡ് അതിൽ തന്നെ ഒരുപാട് കോഴ്സ് കോഡുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, പല അധികം വെറൈറ്റി കോമ്പിനേഷൻസ് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് അതിൽ തന്നെ കൊമേഴ്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ പേപ്പറിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് കോഡ് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരുപാട് സ്കൂളുകളിൽ ഓപ്ഷൻ പേപ്പറിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കാണുമ്പോൾ കുറേ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അയ്യോ ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമോ, പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ, ഇങ്ങനെ കുറേ ചിന്തകളും തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ എന്താണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ തന്നെയാണ് പ്ലസ് 1ലേക്ക് വരുമ്പോഴും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ടാലി മാർക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്രീക്വൻസി പഠിച്ചിട്ടുണ്ട്, മീഡിയൻ, മോഡ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് പ്ലസ് 1ലേക്ക് കടക്കുമ്പോഴും നമുക്ക് വരുന്നത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് തീരെ വേണ്ട എന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക, വേറെ ഏതെങ്കിലും ഓപ്ഷൻ പേപ്പർ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നിരിക്കട്ടെ, എന്നാലും നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുണ്ട് പ്ലസ് 1ൽ. എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് എക്കണോമിക്സ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു പേപ്പർ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കൊമേഴ്സ് വിദ്യാർത്ഥി ആണെങ്കിൽ ഇനി ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ BCom ആയാലും അല്ലെങ്കിൽ BA എക്കണോമിക്സ് ആയാലും പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്താലും ഒക്കെ നിങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ടൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ചെറുതായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഏറ്റവും ബേസിക് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവിടേക്കൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര പ്രോബ്ലംസ് ആണ്, നമുക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു മിസ്കോൺസെപ്റ്റ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10th വരെ ആക്ച്വലി നമുക്ക് കാൽക്കുലേറ്റർ ഇല്ല, ഒന്നുമില്ല. എത്ര വലിയ പ്രോബ്ലം ആണെങ്കിലും എത്ര വലിയ നമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ തന്നെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം. ഇനി പ്ലസ് 1 പ്ലസ് 2 നിങ്ങൾക്ക് കാൽക്കുലേറ്റർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ എക്സാമിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ തന്നെ ഇരുന്ന് കൂട്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. അപ്പോൾ ഏത് ക്വസ്റ്റൻ ആണെങ്കിലും നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഇക്വേഷൻ അറിയുന്ന ഒരാൾക്ക് പിന്നെ വളരെ ഈസി ആയിട്ട് തന്നെ ആൻസറിലേക്ക് എത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഉള്ളൊരു ചിന്ത എന്ന് പറയുന്നത് പ്രോബ്ലംസ് മാത്രമാണോ, തിയറി ഒന്നും നമുക്ക് പഠിക്കാനില്ലേ? യെസ്, തിയറി നമുക്ക് പഠിക്കാനുണ്ട്. പ്ലസ് 1ലെ പോർഷൻസ് നോക്കുകയാണെങ്കിൽ പകുതി, അതായത് 5 ചാപ്റ്റേഴ്സ് നമുക്ക് തിയറിയാണ്, 5 ചാപ്റ്റേഴ്സ് നമുക്ക് പ്രോബ്ലംസ് ആണ്. സോ 5 ചാപ്റ്റേഴ്സിൽ ഈ തിയറി നമുക്ക് എക്സാമിന് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, അക്കൗണ്ടൻസി, മാത്സ് എന്നുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ, ഇതിലൊക്കെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആക്ച്വലി ഞാനും ഇതുപോലെ ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു. ഞാനും 10ാം ക്ലാസ് വരെ മാത്സിന് അത്ര നല്ല ഒരാളായിരുന്നില്ല, എനിക്ക് അത്യാവശ്യം നല്ല മാർക്കൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് എൻ്റെ ആ ഒരു പഠിക്കേണ്ട രീതി ഞാൻ മാറ്റി. വായിച്ച് പഠിക്കുന്നതിന് പകരം ചെയ്ത് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഓരോ ക്വസ്റ്റൻസ് ആയിട്ട് എടുക്കുക, ചെയ്തു നോക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസറൊക്കെ കിട്ടി തുടങ്ങുന്ന ഒരു പോയിന്റിൽ നമുക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. നമുക്ക് അതിൻ്റെ ഒരു കിക്ക് ഉണ്ട്. ആ ഒരു കിക്ക് കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും അക്കൗണ്ടൻസി ഒക്കെ ആയാലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ്, അക്കൗണ്ടൻസി, മാത്സ് അങ്ങനെ ഒരു കുറച്ച് പ്രോബ്ലംസും കൂടെ ഉള്ള പേപ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നതിൻ്റെ ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ഒരു ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് ഈ പേപ്പേഴ്സിൽ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, നിങ്ങൾക്ക് മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് ഇതൊക്കെ തിയറി വരുന്ന പേപ്പേഴ്സാണ്. അപ്പോൾ ഈ ഒരു പേപ്പേഴ്സിൽ നിങ്ങൾക്ക് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ എത്ര പേജുകൾ നിങ്ങൾ എഴുതണം? ഒരു 2 പേജോ 2.5 പേജോ. ഇനി അത്രയും എഴുതിയാൽ തന്നെ മേ ബി നമുക്ക് 4 മാർക്ക് 4.5 മാർക്ക് ഫുൾ മാർക്ക് 5ൽ 5 എന്നുള്ള ലെവലിൽ നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഇത്തരത്തിൽ പ്രോബ്ലംസ് വരുന്ന ഒരു പേപ്പറാണെന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. നിങ്ങൾ അര പേജിലാണോ എഴുതിയത്, ഒരു പേജിലാണോ എഴുതിയത് എന്നതിലെല്ലാ കാര്യം. നിങ്ങൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടോ, ആൻസറിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ? സോ എത്രയും പെട്ടെന്ന് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സോ ഏറ്റവും ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ എങ്ങനെ എത്തിയാലും നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ സ്റ്റാറ്റിസ്റ്റിക്സ്, അക്കൗണ്ടൻസി ഒക്കെ നിങ്ങൾക്ക് ആക്ച്വലി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പേപ്പേഴ്സ് ആണ്. പിന്നെ ഈ ഫുൾ മാർക്ക് എന്ന് പറയുന്നത് 10th വരെ നമുക്ക് A+ എന്നുള്ളതിനോടാണ് നമുക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ്. പക്ഷേ നമുക്ക് പ്ലസ് 1 പ്ലസ് 2 നോക്കുകയാണെങ്കിൽ A+നെ കാട്ടും മാർക്കിനാണ് ഇമ്പോർട്ടൻസ്. കാരണം ഇത് കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ നോക്കുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുമോ എന്ന് ആരും അവിടെ നോക്കുന്നുണ്ടായിരിക്കില്ല. അവിടെ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ്. എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ആ പെർസെൻറ്റേജ് വെച്ച് ഏത് കോളേജിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. സോ ഏറ്റവും അധികം പെർസെൻറ്റേജ് ഉണ്ടാക്കുക, മാക്സിമം ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. സോ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള സബ്ജക്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടി എന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലെ തന്നെ എല്ലാ സബ്ജക്ട്സും പഠിച്ച് നമുക്ക് പ്ലസ് 1 പ്ലസ് 2 കൊമേഴ്സിൽ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് യുവ ബാച്ചിൽ ജോയിൻ ചെയ്യുക. സോ ഹാപ്പി ലേണിംഗ് വിത്ത് Xylem Commerce.